ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർ അതുപോലെ തന്നെ ഓർ എന്നുള്ള വാക്കുകൾ, അതിന്റെ അർത്ഥം, അതുപോലെ തന്നെ കുറച്ച് ഉദാഹരണങ്ങളുമാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളും പലപ്പോഴും തെറ്റിയിട്ട് ഒരുപോലെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വേറെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഈ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം നമുക്ക്. മേ ഓർ രാധ. അപ്പൊ എന്താണ്? ഞാനും രാധയും. അതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ ഓർ ശോഭ. പ്രിയയും ശോഭയും. പിന്നെ വേറെ എന്നൊരർത്ഥം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഓർ കുച്ച് ചാഹിയേ. ഇനി എന്തെങ്കിലും വേണോ, വേറെ എന്തെങ്കിലും വേണോ, മറ്റെന്തെങ്കിലും വേണോ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്, അവിടെ ഓർ വരുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് ഓർ എന്നുള്ളതാണ്. ആദ്യത്തെ ഓർ എന്നും രണ്ടാമത്തെ ഓർ എന്നുമാണ് വായിക്കുക. അപ്പൊ ഈ ഓർ എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗത്തേക്ക്, ദിശയിലേക്ക്, വശത്തേക്ക് എന്നൊക്കെ ഉള്ളതാണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി വരും. ഘർ കി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീടിന്റെ ദിശയിലേക്ക്, വീടിന്റെ ഭാഗത്തേക്ക് എന്നൊക്കെയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? സ്കൂൾ കി ഓർ. സ്കൂളിന്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ആദ്യം ഓർ വെച്ച് എഴുതേണ്ടതാണ് ഞാനും കൂട്ടുകാരനും. രണ്ടാമത്തെ ഓർ വെച്ച് എഴുതേണ്ടതാണ് കാറിന്റെ ദിശയിലേക്ക്, അല്ലെങ്കിൽ കാറിന്റെ ഭാഗത്തേക്ക്. അപ്പൊ ഈ രണ്ട് സെന്റൻസും എങ്ങനെയാണ് ഹിന്ദിയിൽ വരിക എന്നുള്ളത് കോമെന്റ്സിൽ എഴുതാട്ടോ.